നോക്കിയ E72. 2009 പുറത്തിറങ്ങിയ ഈ ഫോൺ ഒരു കാലഘട്ടത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് വിസ്മയം തന്നെയായിരുന്നു. മെറ്റൽ ബോഡിയോട് കൂടിയ കോമ്പാക്ട് ഡിസൈൻ ഇതിനെ ഒരു പ്രീമിയം ഡിവൈസാക്കി മാറ്റി. E72 എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇതിൻ്റെ ക്വർട്ടി കീബോർഡ് തന്നെയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി നിരന്തരം മെസ്സേജുകളും ഇമെയിലുകളും കൈമാറിയിരുന്നവർക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമായിരുന്നു. ഇതിലുണ്ടായിരുന്ന സിംബിയൻ OS വെർഷൻ 9.3 ഇതിന്റെ സുഗമമായ ഉപയോഗവും ഉറപ്പാക്കി. നോക്കിയ E72 വേറിട്ട് നിർത്തിയിരുന്ന മറ്റൊരു ഘടകം ഇതിന്റെ സെൻട്രൽ നാവിഗേഷൻ കീ ആയിരുന്നു. ഒരു ഒപ്റ്റിക്കൽ ടച്ച് സെൻസർ ആയിരുന്നു ഇത്. സാധാരണ കീപാഡുകളിൽ നിന്ന് വ്യത്യസ്തമായി വിരൽത്തുമ്പുകൊണ്ടൊന്ന് സ്പർശിച്ചാൽ മാത്രം മതിയായിരുന്നു മെനുവിലേക്കും ഓപ്ഷനുകളിലേക്കുമൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ. ഇതിന്റെ ഉപയോഗം കൂടുതൽ സുഗമവും രസകരവുമാക്കി. ഇതിലെ 2.36 ഇഞ്ച് വരുന്ന TFT ഡിസ്പ്ലേ വ്യക്തതയാർന്ന ഒരു കാഴ്ചാനുഭവം നൽകി. അന്നത്തെ കാലത്ത് ഇത് വളരെ മികച്ചതായിരുന്നു. ബാറ്ററിയുടെ കാര്യമെടുത്താൽ ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാൻ പര്യാപ്തമായ 1500 mAh ഒരു ബാറ്ററി സംവിധാനമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇന്റേണൽ സ്റ്റോറേജ് പരിമിതമായിരുന്നു. 250 MB മാത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എന്നിരുന്നാലും SD കാർഡുകളൊക്കെ ഉപയോഗിച്ച് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു. 5 MP ഓട്ടോ ഫോക്കസ് വരുന്ന മെയിൻ ക്യാമറയോടൊപ്പം വീഡിയോ കോളിങ്ങിനൊക്കെ ഒരു VGA ക്യാമറയും നോക്കിയ ഇതിൽ ഉൾപ്പെടുത്തി. കൂടാതെ ഇന്റർനെറ്റ് ബ്രൗസിങ്ങിനും ഫയൽ ഷെയറിങ്ങിനുമൊക്കെയായി വൈഫൈ, ബ്ലൂടൂത്ത്, USB കണക്ടിവിറ്റി ഓപ്ഷനുകളും ഇതിനെ മികവുറ്റതാക്കി. ചില ഫോണുകൾ വെറും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മാത്രമായിരുന്നില്ല, അവ കാലത്തിനതീതമായി സഞ്ചരിച്ചവയായിരുന്നു. കൈകളിൽ നിന്ന് കൈകളിലേക്കും മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്കും.